ഇന്ത്യക്ക് അഞ്ചാം തലമുറ യുദ്ധവിമാനമായ Su-57 നൽകാമെന്ന് റഷ്യ. S-400 എന്ന വ്യോമ പ്രതിരോധ സംവിധാനം നൽകിയ അതേ റഷ്യ തന്നെ ഇക്കുറി സോഴ്സ് കോഡ് ഉൾപ്പെടെയാണ് ഇന്ത്യക്ക് നൽകുന്നത്. സോഴ്സ് കോഡ് കിട്ടിയാൽ ഈ യുദ്ധജെറ്റിൽ ഇന്ത്യയുടെ പ്രതിരോധ ഗവേഷണ സ്ഥാപനമായ DRDOയ്ക്ക് ആവശ്യമായ മാറ്റങ്ങൾ വരുത്താം. റഷ്യയിൽ നിന്നും കിട്ടിയ ഈ യുദ്ധരാക്ഷസനെ ഇന്ത്യയുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് സ്വഭാവ മാറ്റങ്ങൾ വരുത്താം. മാത്രമല്ല, പാകിസ്ഥാനിൽ സംഹാര താണ്ഡവമാടിയ ബ്രഹ്മോസ് മിസൈൽ ഈ യുദ്ധജെറ്റിൽ പിടിപ്പിക്കാനാവും. ബ്രഹ്മോസ് മാത്രമല്ല, ഇന്ത്യ നിർമ്മിക്കുന്നത് മറ്റ് മിസൈലുകളും Su-57 പിടിപ്പിക്കാനാകും. അതായത് ഇന്ത്യൻ മിസൈലുകളും പേറി ശത്രുപാളയത്തിലെ റഡാറുകൾക്ക് പിടികൊടുക്കാതെ ആകാശത്തിൽ പതുങ്ങിയിരുന്ന മിസൈലുകൾ അയക്കുന്ന യുദ്ധജെറ്റായി Su-57 മാറും. അമേരിക്കയുടെ F-35, ചൈനയുടെ J-20 എന്നീ അഞ്ചാം തലമുറ യുദ്ധജെറ്റിന് സമാനമാണ് Su-57. പക്ഷേ വിദേശ രാജ്യങ്ങൾ ആധുനിക ആയുധങ്ങൾ നൽകിയാലും ആ ആയുധങ്ങളുടെ സോഴ്സ് കോഡുകൾ നൽകാൻ പലപ്പോഴും തയ്യാറാകില്ല. എന്തിന് റഫാൽ ജെറ്റിന്റെ സോഴ്സ് കോഡ് ഇന്ത്യയുമായി പങ്കുവയ്ക്കാൻ ഇനിയും ഫ്രാൻസിലെ ഡസോൾട്ട് കമ്പനി തയ്യാറായിട്ടില്ലെന്ന ചില സൂചനകൾ പുറത്തു വരുന്നുണ്ട്. പക്ഷേ ഇതൊന്നും റഷ്യക്ക് ബാധകമല്ല. റഷ്യ ഇന്ത്യക്ക് സോഴ്സ് കോഡ് നൽകും. ആയുധകാര്യത്തിൽ ഇന്ത്യയുടെ അകമഴിഞ്ഞ ചങ്ങാതിയാണെന്ന് ഒരിക്കൽ കൂടി റഷ്യയും പുടിനും തെളിയിക്കുന്നു എന്ന് മാത്രമല്ല, വിപണിയിലെ മതിപ്പ് വിലയേക്കാൾ വൻ ഡിസ്കൗണ്ടും വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. യുദ്ധവിമാനം എന്നത് സങ്കീർണമായ സംവിധാനമാണ്. നിർമ്മിച്ച കമ്പനിക്കും രാജ്യത്തെ സൈനികർക്കും മാത്രമേ ഇത് എങ്ങനെയാണ് സൂക്ഷിക്കേണ്ടത്, മാനേജ് ചെയ്യേണ്ടത്, വിദഗ്ധമായി ശത്രുപാളയത്തിൽ പ്രയോഗിക്കേണ്ടത് എന്നൊക്കെ അറിയൂ. അതിനു പിന്നിൽ ആ ജെറ്റിന്റെ സോഫ്റ്റ്വെയറിന് വലിയ പങ്കുണ്ട്. അതാണ് റഷ്യ ഇന്ത്യയുമായി Su-57നൊപ്പം പങ്കുവെക്കുക. അതുകൂടാതെ 2025-26 S-400 വ്യോമ പ്രതിരോധ സംവിധാനത്തിന്റെ ശേഷിക്കുന്ന യൂണിറ്റുകൾ ഇന്ത്യക്ക് കൈമാറാൻ റഷ്യ പ്രതിജ്ഞാബദ്ധമാണെന്നും ഇന്ത്യയിലെ രാജ്യത്തിന്റെ ഡെപ്യൂട്ടി ചീഫ് ഓഫ് മിഷൻ റോമൻ ബാബുഷ്കിൻ തിങ്കളാഴ്ച വ്യക്തമാക്കിയിരുന്നു. സമീപകാല ഇന്ത്യ-പാകിസ്ഥാൻ സംഘർഷങ്ങളിൽ ഈ സംവിധാനം വളരെ കാര്യക്ഷമമായി പ്രവർത്തിച്ചുവെന്ന് അദ്ദേഹം എടുത്തു പറയുകയുണ്ടായി. പ്രതിരോധത്തിലും ഡ്രോൺ വിരുദ്ധ സംവിധാനങ്ങളിലും ഇന്ത്യയുമായുള്ള ഉഭയകക്ഷി സഹകരണം വികസിപ്പിക്കുന്നതിനെക്കുറിച്ചും സൂചന നൽകിയിട്ടുണ്ട്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സമീപകാല ഏറ്റുമുട്ടലുകളിൽ S-400 വളരെ കാര്യക്ഷമമായി പ്രവർത്തിച്ചതായി ഞങ്ങൾ കേട്ടു. ഞങ്ങൾക്ക് സഹകരണത്തിന്റെ ഒരു നീണ്ട ചരിത്രമുണ്ട്. വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഞങ്ങൾ അനുഭവിക്കുന്നതനുസരിച്ച് യൂറോപ്പിലെയും ഇവിടത്തെയും സാഹചര്യം അനുസരിച്ച് പ്രതിരോധ തയ്യാറെടുപ്പിലെ ഞങ്ങളുടെ പങ്കാളിത്തത്തിന്റെ വാഗ്ദാനമായ വിഷയങ്ങളിൽ ഒന്നാണിത്, മിസ്റ്റർ ബാബുഷ്കിൻ വ്യക്തമാക്കി. ബാക്കിയുള്ള 2 S-400 യൂണിറ്റുകൾക്കുള്ള കരാർ പുരോഗമിക്കുകയാണെന്നും പരസ്യമായി പ്രഖ്യാപിച്ച സമയപരിധിക്ക് അനുസൃതമായി 2025-26 ഡെലിവറികൾ പൂർത്തിയാകുമെന്നും അദ്ദേഹം സ്ഥിരീകരിച്ചു. ദീർഘദൂരങ്ങളിൽ ഒന്നിലധികം വ്യോമ ഭീഷണികളെ നേരിടാൻ കഴിവുള്ള അത്യാധുനിക വ്യോമ പ്രതിരോധ പ്ലാറ്റ്ഫോമായ S-400 ട്രൈം മിസൈൽ സിസ്റ്റത്തിന്റെ 5 സ്ക്വാഡ്രോണുകൾക്കായി 2018 ഇന്ത്യ റഷ്യയുമായി $5.43 ബില്യൺ കരാറിൽ ഒപ്പുവെച്ചു. 3 സ്ക്വാഡ്രോണുകൾ ഇതിനകം വിതരണം ചെയ്തു. പ്രതിരോധ സഹകരണത്തിന്റെ സാധ്യതകൾ വികസിപ്പിക്കുന്നതിനെക്കുറിച്ച് കൂടുതൽ ചർച്ചകൾക്ക് സന്നദ്ധത പ്രകടിപ്പിച്ചു. വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെക്കുറിച്ചുള്ള സംഭാഷണം വിപുലീകരിക്കുന്നതിനെക്കുറിച്ചുള്ള ചർച്ചയ്ക്കായി ഈ പങ്കാളിത്തത്തിന്റെ പ്രോത്സാഹനത്തിന് ഞങ്ങൾ തയ്യാറാണ്. നിലവിലെ ആഗോള സുരക്ഷാ അന്തരീക്ഷത്തിൽ അത്തരം സഹകരണത്തിന്റെ തന്ത്രപ്രധാനമായ പ്രാധാന്യം ചൂണ്ടിക്കാട്ടി അദ്ദേഹം പറയുകയുണ്ടായി. ഇന്ത്യ-പാകിസ്ഥാൻ സംഘർഷത്തിൽ ഡ്രോണുകൾ വ്യാപകമായി ഉപയോഗിച്ചതിന്റെ വെളിച്ചത്തിൽ വർദ്ധിച്ചുവരുന്ന ഭീഷണിയെക്കുറിച്ച് അഭിപ്രായപ്പെട്ട ഡെപ്യൂട്ടി ചീഫ് ഓഫ് മിഷൻ അത്തരം വെല്ലുവിളികളെ നേരിടുന്നതിൽ റഷ്യയുടെ അനുഭവം എടുത്തു പറയുകയുണ്ടായി. കുറച്ചു വർഷങ്ങളായി നമ്മൾ ഈ ഭീഷണി നേരിടുന്നുണ്ട്. നമ്മുടെ സംവിധാനങ്ങൾ നിരന്തരം നവീകരിക്കപ്പെടുന്നുണ്ടെന്ന് ഞാൻ കരുതുന്നു. ഈ ഭീഷണിയെ എങ്ങനെ നേരിടാമെന്നും മറ്റു ചില സഹകരണത്തിലേക്ക് നയിക്കാമെന്നും ഇരുവശത്തു നിന്നും സംയുക്ത താൽപര്യമുണ്ടാകുമെന്ന് ഞാൻ കരുതുന്നു. ഡ്രോൺ വിരുദ്ധ സംവിധാനങ്ങൾ ഇതിനകം തന്നെ നടന്നുകൊണ്ടിരിക്കുന്ന ഇന്ത്യ-റഷ്യ പ്രതിരോധ സംഭാഷണത്തിന്റെ ഭാഗമാണ്. റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവിന്റെ ഇന്ത്യ സന്ദർശനത്തിനെ കുറിച്ചുള്ള ഒരു അപ്ഡേറ്റും ശ്രീ ബാബുഷ്കിൻ നൽകി. കൃത്യമായ തീയതികൾ ഇതുവരെ തീരുമാനിച്ചിട്ടില്ല, പക്ഷേ അത് എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം. ഈ മാസം തന്നെ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുവെന്നും അദ്ദേഹം എടുത്തു പറഞ്ഞിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.